ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അഗ്രി മാർക്കൂസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ അണീവിയുടെ തേൻ എടുക്കാനാണ് പോകുന്നത്. ഇത് കണ്ടോ, കുറേ അണീവി താഴെ നിൽക്കുന്നുണ്ട്. ഇതൊരു ദിവസം എന്നെ കൊത്തിയിട്ടുണ്ട്. അപ്പോൾ അച്ചാച്ചന് ഇതിൻ്റെ തേൻ എടുക്കുന്ന ഒരു വീഡിയോ നമുക്കിത് ഒന്ന് കാണാം. എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഹണീബിയൊക്കെ ഉണ്ട്, വയലും ഉണ്ട്. ഇതുപോലത്തെ 3-4 ഉണ്ട്. അച്ചാച്ചൻ്റെ ആ കയ്യിലുള്ള സാധനം എന്താണെന്ന് അറിയാമോ? അതൊരു സ്മോക്കറാണ്. ഈ ഹണീബിനെല്ലാം നമ്മൾ തേനെടുക്കുമ്പോൾ അത് നമ്മളെ കുത്തും. അപ്പോൾ ഈ പുകയടിച്ചാൽ ഹണീബിക്ക് നല്ല ഉറക്കം വരും. അപ്പോൾ അതെല്ലാം പാറിപ്പോവും. അതിനാണ് ഈ സ്മോക്കർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തേന് കിട്ടും. അതിൻ്റെ മൂടി തുറന്നപ്പോൾ ഇതിലൊരു കാഴ്ചയുണ്ട്. അതിൻ്റെ തേനും പിന്നെ എത്രയോ ഹണീബികളും ഉണ്ട്, കണ്ടോ? അപ്പം നമുക്ക് ഇത്രയും തേന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലെല്ലാം തേനീച്ച നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോന്നെടുത്ത് മെല്ലനെ ഇടുന്നത്. ഇനി നമുക്ക് ഓരോ ഫ്രെയിമുമായി നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഇതുണ്ട്, ഹണീബികളുണ്ട്. അതിന് പോക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇത് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതെല്ലാം പറന്നു വന്ന് കണ്ടോ? അതിലും കൂടി ഇങ്ങനെ ആക്കി കൊടുക്കണം. 2 ഭാഗത്തിലും 2 സൈഡിലും നല്ല തേന് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ പനിയും എന്തെങ്കിലുമായിട്ടുണ്ടെങ്കിൽ തേന് കുടിക്കുന്ന എല്ലാവർക്കും നല്ലത്. അപ്പം നമ്മൾ കത്തി കൊണ്ട് ഇതൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, എന്തൊരു ഫ്രഷാ. അതുപോലെ തന്നെ ഓരോന്ന് എടുക്കുമ്പോൾ ഈ പുകയൊന്നും ആക്കി കൊടുത്താൽ എല്ലാ ഹണീബിയും അതിന് ക്ഷീണം വരും. അപ്പോൾ അത് പാറിപ്പോവും. ഈ ഹോൾസിലൊന്നും തേനില്ല. ഇവിടെ കണ്ടോ, നല്ല തേനുണ്ട്. അത് പൂട്ടിയതാണ് നമുക്ക് തേന് കിട്ടുന്നത്. അല്ലാണ്ട് ഇവിടുന്ന് നമുക്ക് തേന് കിട്ടൂല. ഈ ഫ്രെയിമിൽ കണ്ടോ, അവരെ വീടുണ്ടാക്കുന്നുണ്ട്. അവര് മൊത്തം സ്ഥലം ആക്കി കഴിഞ്ഞാൽ അവര് പൂക്കളിൽ നിന്ന് തേനെടുത്ത് വന്നിട്ടാണ് ഇതിൽ ഒഴിക്കും. എനക്കൊരു കഷ്ണം അമ്മ നല്ല തേന് തിന്നിട്ടുണ്ട്. ഇനി എനിക്ക് തേനൊന്നും ഇഷ്ടമല്ലേ, അതാണ് ഞാൻ ഇങ്ങനെ തുപ്പിയത്. അപ്പാട് എനിക്കിഷ്ടമല്ല തേന്. അപ്പോൾ ഒരു പെട്ടി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പെട്ടി നോക്കാൻ വേണ്ടി. അപ്പോൾ ഒന്ന് പുകയടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മൂടി ഒന്ന് മാറ്റാം. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചോ, ഇതിൻ്റെ മുകളിലെല്ലാം തേനീച്ചകൾ തേനുണ്ടാക്കി വച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അച്ചാച്ചൻ സ്മോക്കർ ഉപയോഗിച്ചിട്ട് മുകളിലത്തെ തേനീച്ചകളെല്ലാം ഒഴിവാക്കി ഓരോന്ന് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് ഇടുകയാണ്. നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ 3-4 ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ തേന് നമ്മുടെ വീട്ടിലേക്ക് തന്നെയാണ് എടുക്കാറുള്ളത്. അല്ലാണ്ട് തേന് വേറെ ആയിരിക്കും നമ്മൾ കൊടുക്കാറില്ല തേന്. വീട്ടിൻ്റെ മുകളിലത്തെ നിലയിൽ 2 പെട്ടിയുണ്ട്. പിന്നെ തായും 2 പെട്ടിയുണ്ട്. പിന്നെ വയലും 2 പെട്ടിയുണ്ട്. പിന്നെ ഒരു ദിവസം ഇതെന്നെ കുത്തിയോണ്ട് ഞാൻ അങ്ങനെ തേനീച്ചകളോട് അടുക്കുകയൊന്നും ചെയ്യൂല. ഇത് അമ്മയാണ് മൊത്തം വീഡിയോ എടുത്തത്. നിങ്ങൾ ഈ ഫ്രെയിം കണ്ടോ? അടയിൽ അത് മൊത്തം നിറച്ചു വെച്ചിട്ടുണ്ട്.
തേനീച്ചകൾ. ഈ കറുപ്പ് കാണുന്നതൊക്കെ പഴയ അടയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് തേൻ എങ്ങനെയാ ഉണ്ടാകുമെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞുതരാം തേൻ എങ്ങനെയാ ഉണ്ടാകുന്നതെന്ന്. തേനീച്ച പൂക്കളിൽ നിന്ന് തേനെടുത്ത് തേനീച്ച അത് കുടിച്ചു അതിൻ്റെ വീട്ടിലെത്തി വയറിൽ നിന്ന് എന്തെല്ലോ നടത്തിയിട്ട് അടയിലേക്ക് അത് ഛർദ്ദിച്ചിട്ട് അതിൽ കുറേ ജലാംശമുണ്ടാവും. അതെല്ലാം ഉണക്കിയെടുക്കാൻ എങ്ങനെയാണെന്ന് അറിയാമോ തേനീച്ച ഉണക്കിയെടുക്കുന്നത്? അതിൻ്റെ ചിറകെടുത്ത് അടിച്ചടിച്ചടിച്ച് അങ്ങനെ ഉണക്കിയിട്ടാണ് നമുക്ക് തേന് കിട്ടുന്നത്. ഇതൊക്കെ എനിക്ക് പറഞ്ഞത് ആരാന്നറിയാമോ? എൻ്റെ അച്ചാച്ചനാണ്. അച്ചാച്ചൻ ഈ തേനീച്ചകളെ മകളെ പോലെയും മകനെ പോലെയും ഒക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും തേന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ അരിച്ചിട്ടാണ് കുപ്പിയിൽ വെക്കേണ്ടത്. ഇത് കുറേ നാളൊക്കെ നിൽക്കും. അപ്പോൾ ഞാൻ ഒരു കഷ്ണം നല്ല തേനെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ പീയട്ടെ, നല്ലോണം പീഞ്ഞെടുക്കട്ടെ ഒന്ന്. നമ്മൾ പിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് രാത്രി ആയിപ്പോയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ക്ലിയർ ഇല്ലാണ്ടായിപ്പോയത്. അച്ചാച്ചനാണ് മൊത്തം പിയൽ, അല്ലാണ്ട് ഞാനൊന്നും അങ്ങനെ തുടരില്ല. അപ്പം നമുക്ക് ഇത്രയും നല്ല തേന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കുപ്പിയിലേക്ക് മാറ്റി എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വെക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്നാൽ ലൈക്കും ഷെയറും കമൻറ്റും പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കോൺ പ്രസ് ചെയ്യണം.